Welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT Class 9, Chapter 9, Circle Measures. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് സർക്കിൾസ് ആൻഡ് പോളിഗൺസാണ് പഠിക്കുന്നത്. സർക്കിൾ ആൻഡ് പോളിഗൺ. ഒരു പോളിഗണിൻ്റെ പെരിമീറ്റർ കാണാൻ ഈസിയാണ് അല്ലേ? You know how to find the perimeter and you know what is the perimeter. What is the perimeter of a polygon, of any polygon? പെരിമീറ്റർ എന്ന് വെച്ചാൽ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നതാണ് പോളിഗണിൻ്റെ പെരിമീറ്റർ അല്ലേ? അതേപോലെ നമുക്ക് സർക്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ പറ്റുമോ? അങ്ങനെ സൈഡ്സ് ഇല്ല സർക്കിളിന്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ഇൻ ദാറ്റ് വേ. സോ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ബൗണ്ടറി, ആ റൗണ്ട്, അതിൻ്റെ മെഷറാണ് കാണേണ്ടത്. അപ്പോൾ അതൊക്കെ കാണുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഈ പെരിമീറ്റർ യൂസ് ചെയ്തിട്ട്, പെരിമീറ്റർ ഓഫ് ദ പോളിഗൺസ് യൂസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ്. അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പാർട്ടാണ്. പേജ് നമ്പർ 131, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. 131 പേജ് നമ്പറിലുള്ള കുറച്ച് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ്. സോ അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രൂവ് ദാറ്റ് ദ സർക്കംസെൻറ്റർ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ദ സെയിം ആസ് ഇറ്റ്സ് സെൻട്രോയിഡ്. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും സെയിം ആണ്, എല്ലാ സൈഡ്സും സെയിം ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് ദി സർക്കംസെൻറ്റർ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇസ് ദ സെയിം ആസ് ഇറ്റ്സ് സെൻട്രോയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എങ്ങനെ പ്രൂവ് ചെയ്യും? ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആണെങ്കിൽ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ സൈഡ്സ്, ഈ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്, ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എന്തായിരിക്കും? ആർ ഓൾസോ ദ മീഡിയൻ. ഈ മീഡിയൻ എന്ന് വെച്ചാൽ എന്താ? The line which touches the opposite side of the triangle is called, at the midpoint is called the median. അപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഈ മീഡിയൻ അതും ഈ സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും സെയിം ആയിരിക്കും. അതേപോലെ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടറും മീഡിയനും സെയിം ആയിരിക്കും. ആൻഡ് അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറും അതിൻ്റെ മീഡിയനും സെയിം ആയിട്ട് വരും. അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്. സിൻസ് എ ട്രയാങ്കിൾ ഇസ് ഇക്വലാറ്ററൽ, ദ പെർപെൻഡിക്കുലർ സൈഡ്സ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദ സൈഡ്സ് ആർ ഓൾസോ ദി സെൻട്രോയിഡ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് മീഡിയൻ എല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അല്ലേ? സെൻട്രോയിഡ് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരുന്നു സെൻട്രോയിഡ്. ഇപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഓഫ് ഓൾ ദ മീഡിയൻസ്. ഇപ്പോൾ ഇത് ഇക്വലാറ്ററൽ ആയതുകൊണ്ട് എന്ത് സെയിം ആയിരിക്കും? ഈ മീഡിയൻസും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനാണ് ഇപ്പോൾ ഇവിടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അല്ലേ? കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നെയാണ് മീഡിയനും. ദാറ്റ് ഇസ് സർക്കംസെൻറ്റർ ഓഫ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ദ സെയിം ആസ് ഇറ്റ് സെൻട്രോയിഡ്. അപ്പം അതുകൊണ്ട് തന്നെ സർക്കംസെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എ സർക്കംസെൻറ്റർ? സർക്കംസെൻറ്റർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് സർക്കംസെൻറ്റർ എന്ന് പറയുന്നത്. മീഡിയൻസ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതെല്ലാം സെയിം ആയിരിക്കും. സോ അപ്പം എങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക? perpendicular bisector of sides of a triangle that can meet at a point is its circumcenter.
since the triangle is equilateral, since the triangle is equilateral, the perpendicular bisectors of the sides are also median. Since the triangle is equilateral, perpendicular bisectors of the sides are also centroid. Since the triangle is equilateral, the perpendicular bisectors of the sides are also centroid. Therefore, circumcenter of an equilateral triangle is the same as its centroid. Therefore, circumcenter of an equilateral triangle is the same as its centroid. Okay, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ടിങ്ങിലുള്ള prove that circumcenter of an equilateral triangle is the same as its centroid. ഇനി അതിലത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. മറ്റേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് an equilateral triangle with vertices on a circle of diameter 1 centimeter. So, what is the length of an equilateral triangle with vertices of a circle of diameter 1 centimeter? Diameter 1 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? 1 centimeter ഡയമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഈ സെൻറ്റർ തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പോൾ 1 centimeter ആണ് ഡയമീറ്റർ എങ്കിൽ 1/2 centimeter ആയിരിക്കും അതിൻ്റെ റേഡിയസ് വരുന്നത്. പിന്നെ ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ഫുൾ ആംഗിൾ 60 ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ദിസ് വിൽ ബി 60 ഡിഗ്രി. സോ നമുക്കിവിടെ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ട്രയാങ്കിൾ AGB. കൺസിഡർ ട്രയാങ്കിൾ ABG. റേഷ്യോ അത് 30 60 90 ട്രയാങ്കിൾ അല്ലേ? It is 30 60 90 triangle. Ratio is 1:√3:2. അതിൽ ഹൈപ്പോട്ട്ന്യൂസ് ആണ് 1/2 വരേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ 2 ആണ്. അത് 1/2 ആവണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 1/4 കൊണ്ട് ചെയ്താൽ 2/4 എന്നാവും. കണ്ടോ? 2 × 1/4 is 2/4. 2/4 is 1/2. അപ്പോൾ 1/2 ആവണമെങ്കിൽ നമ്മൾ 1/4 കൊണ്ട് കംപ്ലീറ്റ് റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യണം. So, this ratio is 1/4:√3/4:2/4. അപ്പോൾ ഇനി ഓരോ സൈഡ് എന്തൊക്കെയാണെന്ന് എഴുതാം. ഓപ്പോസിറ്റ് 30 ഡിഗ്രി 1/4, ഓപ്പോസിറ്റ് 60 ഡിഗ്രി √3/4 ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ് 2/4 എന്ന് വെച്ചാൽ 1/2. സോ ദ കംപ്ലീറ്റ് ലെങ്ത് AC എന്ന് പറയുന്ന ലെങ്ത് AC ആണ് വൺ സൈഡ് അല്ലേ? AC ഈസ് ഈക്വൽ ടു 2 times √3/4. കാരണം ഒരു സൈഡ് √3/4 പ്ലസ് √3/4 ആണ്. ദാറ്റ് ഈസ് √3/2 ആണ് ACയുടെ ലെങ്ത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി അതിലത്തെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് സച്ച് എ ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ACD ഇസ് ഈക്വൽ ടു 3 times 3 സൈഡ് ഒരേ ലെങ്ത് ആണ്. ഇക്വലാറ്ററൽ ആയതുകൊണ്ട് ഒരേ ലെങ്ത് ആണ്. ഒരു സൈഡ് √3/2 ആണ്. 3 times √3/2. സോ ദ ആൻസർ ഇസ് 3 √3/2. ആൻസർ ഇസ് ഈക്വൽ ടു 3 √3/2 സെൻറ്റിമീറ്റർ. ഇപ്പോൾ √3ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 1.73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക.
അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ യു ക്യാൻ കീപ്പ് ഇറ്റ് ദർ. Second question, calculate the perimeter of a square with vertices on a circle of diameter 1 centimeter. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 1 സെൻറ്റിമീറ്റർ. അത് 1 സെൻറ്റിമീറ്റർ ആണ്. ഈ സൈഡ്സ് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫോം ചെയ്യുന്നത് ദിസ് ഇസ് എ ബി സി. എ ബി സി ഈസ് ആൻ ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? സോ ട്രയാങ്കിൾ എ ബി സി, കാരണം ഐസോസ്ലെസ് ആവാൻ കാരണം ഇത് സ്ക്വയറിൻ്റെ സൈഡ്സ് ആണ്. സോ എ ബി സി ഇസ് ആൻ ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്, ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് റേഷ്യോ എന്തായിരിക്കും? 1:1:√2. സോ 1:1:√2ൽ ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ആണ്, ഡയമീറ്റർ ആണ് ഓൾറെഡി. ഇത് 1 സെൻറ്റിമീറ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ ഇൻ ഓർഡർ ടു മേക്ക് ദിസ് ആസ് 1, ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ ലാസ്റ്റ് വരുന്നതാണ് ഹൈപ്പോട്ട്ന്യൂസ്. അവിടെ 1 ആവണമെങ്കിൽ ഡിവൈഡ് ബൈ √2, ആൻഡ് ഡിവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് റേഷ്യോനെ ഡിവൈഡ് ചെയ്യണം. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/√2 = 1/√2 = 1. സോ ദിസ് സൈഡ് ഇസ് 1/√2, this side is also 1/√2. ഇനി എന്താ കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ എന്ന് വെച്ചാൽ 4 times 1 സൈഡ്. ഒരു സൈഡ് 1/√2 ആണ്. സോ അങ്ങനെ 4 സൈഡ് ഉണ്ട്. സോ 4 × 1/√2 which is equal to 4/√2. ഇനി നമ്മുടെ ഡിനോമിനേറ്ററിൽ √2 വരികയാണെങ്കിൽ മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി 4√2/2 that's equal to 2√2 centimeter. That's the perimeter. Now third question, calculate the perimeter of a regular hexagon with vertices on a circle of diameter 1 centimeter. ഇപ്പോൾ ഈ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കി എടുക്കാം. 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഫോം എ റെഗുലർ ഹെക്സഗൺ. ഇതിൽ ഡയമീറ്റർ ആണ് 1 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇതാണ് 1 സെൻറ്റിമീറ്റർ. സോ റേഡിയസ് വിൽ ബി 1/2 സെൻറ്റിമീറ്റർ. ഇത് ഹാഫാണ്, ഇത് ഹാഫാണ്. അതേപോലെ ഓരോ റേഡിയസും 1/2 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഒരു ഹെക്സഗൺ ഫോം ചെയ്യുന്നത്. സോ ഓൾ ദ സൈഡ്സ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും സെയിം ആയതുകൊണ്ട് ഇവിടെയും 1/2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. സോ കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ. പെരിമീറ്റർ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പം ഒരു സൈഡ് 1/2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അങ്ങനെ എത്ര സൈഡ്സ് ഉണ്ട് ഹെക്സഗണിന്? 6 സൈഡ്സ് ഉണ്ട്. സോ പെരിമീറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ is equal to 6 times 1 side. 6 സൈഡ് ഉള്ളത് കൊണ്ടാണ് ഓരോ സൈഡും ഹാഫാണ്. അപ്പോൾ 6 × 1/2 that's equal to 3 centimeter is the perimeter of the regular hexagon if diameter is 1 centimeter. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് diameter and perimeter. Diameter and perimeter. ഈ ഡയമീറ്ററും പെരിമീറ്ററും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ കൂടും അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിലേഷൻ, അതായത് വാട്ട് ഈസ് ദി ഡയമീറ്റർ ഓഫ് എ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. Perimeter is equal to 2π into r. 2π into radius ആണ് പെരിമീറ്റർ. സോ പെരിമീറ്റർ ഇസ് 2πr. പെരിമീറ്ററിന് തന്നെയാണ് നമ്മൾ സർക്കംഫറൻസ് എന്നും പറയുന്നത്. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് ദ സെയിം ആസ് പെരിമീറ്റർ. ഇനി ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് π into 2r. ഈ 2r എന്ന് പറയുന്നത് എന്താ? 2 times റേഡിയസ് ആണ് ഡയമീറ്റർ.
So perimeter is the same as pi into diameter. Perimeter is equal to pi into diameter. അപ്പോൾ pi into diameter എന്ന് വെച്ചാൽ the perimeters of the circle are scaled by same factors as their diameters, because ഇവിടെ pi എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ എന്ന് വെച്ചാൽ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ എപ്പോഴും പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടേഴ്സ് ആസ് ദിയർ ഡയമീറ്റേഴ്സ്. അല്ലെങ്കിൽ പി ബൈ ഡയമീറ്റർ വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റൻറ്റ്. പെരിമീറ്റർ ബൈ ഡയമീറ്റർ വിൽ ബി എ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പൈ എന്ന് പറയുന്നത് 3.14 എന്നാണ് പൈൻ്റെ വാല്യൂ, 3.14. അപ്പോൾ ഓൾവേസ് പി ബൈ ഡി വിൽ ബി എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ perimeter of the circle are scaled by the same factor as their diameters. The perimeters of circle are scaled by the same factor as their diameters. So perimeter is equal to pi into diameter, അല്ലെങ്കിൽ perimeter by diameter will be a constant value, that is pi. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 134 ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. The perimeter of a regular hexagon with vertices on a circle is 24 centimeter. Perimeter of a regular hexagon, ഒരു ഹെക്സഗൻ്റെ പെരിമീറ്റർ ആണ് വിത്ത് വേർട്ടിസസ് ഓൺ എ സർക്കിൾ ഇസ് 24. പെരിമീറ്റർ എന്ന് വെച്ചാൽ 6 times 1 side, 6a. 6a is equal to 24, അല്ലെങ്കിൽ a is equal to 4. So one side is 4 centimeter. ഇതിൻ്റെ ഒരു സൈഡ് 4 centimeter ആണ്. ആൻഡ് വി നോ ദാറ്റ് ഈ ഒരു ഹെക്സഗണിനെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് ഒരു ഹെക്സഗൺ, ഒരു റെഗുലർ ഹെക്സഗൺ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസാണ്. അതിൽ ഒരു സൈഡ് 4 ആണെങ്കിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം 4 ആണ്. ഈ സൈഡ് 4 റേഡിയസ് 4 ഇതൊക്കെ 4 ആയിട്ടാണ് വരിക. സോ ദിസ് റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ ഇസ് ഗിവൺ ആസ് 4 centimeter. റേഡിയസ് ഇസ് ഈക്വൽ ടു 4 centimeter. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ വിത്ത് വേർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ വിത്ത് വേർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ? ഈ സർക്കിളിൽ വേർട്ടിസസ് വരികയാണെങ്കിൽ, ഒരു സ്ക്വയറിൻ്റെ വേർട്ടിസസ് വരികയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെയിം സർക്കിളിൽ സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ, വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദിസ് സ്ക്വയർ വിത്ത് വേർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ? ഈ സർക്കിളിൽ, ഇതേ സർക്കിളിലാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് 4 ആണെങ്കിൽ ഡയമീറ്റർ എത്ര വരും? ഡയമീറ്റർ വിൽ ബി 8 centimeter. So again we have to take the ratio. Ratio is 1:1:√2 and the hypotenuse is 8. So in order to make it as 8, ഈ hypotenuse 8 ആക്കണമെങ്കിൽ ഈ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ √2 ആണ്. ഇതിനെ 8 ആക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 4 × √2, കാരണം √2 × √2 എന്ന് പറയുന്നത് 2 ആണ്. സോ 4 × 2 is 8. അപ്പോൾ 8 കിട്ടണമെങ്കിൽ നമ്മൾ 4√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദ റേഷ്യോ ഈസ് 4√2:4√2:8. ദറ്റ് മീൻസ് ദിസ് സൈഡ് ഇസ് 4√2, this also is 4√2. So according to the first question, what is the perimeter? So first sub question we have to find what is the perimeter. Perimeter എന്താ വരിക? 4 times one side, and one side is 4√2, so 4 × 4√2. 4 × 4√2, that's equal to 16√2 centimeter is the perimeter of the square with vertices on the same circle. അപ്പോൾ ഒരേ സർക്കിൾ ഇതേ റേഡിയസ് ആണെങ്കിൽ, ഇതേ സർക്കിളിൻ്റെ റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ 8 ആണ്. 8 ആണെങ്കിൽ ഇത് സൈഡ്സ് കാണണമെങ്കിൽ ഇത് ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. 1:1:√2.
multiply by 4 root 2 in order to make it as 8. Then perimeter is 4 times one side. Now the second question, what is the perimeter of the square with vertices on a circle of double the diameter? ഇപ്പോൾ diameter 8 ആണ്. അതിന് പകരം എന്താക്കി diameter ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ 16 സെൻറ്റിമീറ്റർ ആക്കി. 16 സെൻറ്റിമീറ്റർ ആക്കിയാൽ what is the perimeter of the circle with vertices on a circle of double the diameter? അപ്പം ഇങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ? സോ അഗെയിൻ 1:1:√2. ആ √2നെ എന്താക്കി മാറ്റണം? 16 ആക്കണം. അതിന് മൾട്ടിപ്ലൈ ബൈ 8√2. കാരണം 8 × 2 ആണ് 16. സോ ദാറ്റ് ബിക്കംസ് 8√2 = 8 × 2 16. സോ ഈ ഭാഗം 8√2, ഇവിടെയും 8√2. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ പെരിമീറ്റർ. അപ്പോൾ ഒരു സൈഡ് കിട്ടിയാൽ പിന്നെ പെരിമീറ്റർ കാണാമല്ലോ. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4 times one side, and the answer is 32√2. 32√2 centimeter is the perimeter of this square. Now the third sub question എന്താ? What is the perimeter of an equilateral triangle with vertices on a circle of diameter half that of the first one? ഫസ്റ്റ് വണ്ണിൻ്റെ ഡയമീറ്റർ എത്രയായിരുന്നു? ഫസ്റ്റ് വണ്ണിൻ്റെ ഡയമീറ്റർ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഹാഫ്, അതായത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഡയമീറ്റർ. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. വി നീഡ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇപ്പോൾ പെരിമീറ്റർ കാണണമെങ്കിൽ സൈഡ്സ് അറിയണം. സൈഡ്സ് അറിയണമെങ്കിലോ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുക, പെർപെൻഡിക്കുലർ വരയ്ക്കുക. ടോട്ടൽ 60 ആണ്, അതിൻ്റെ ഹാഫ് 30. ദിസ് ഇസ് 30. സോ ദ റേഷ്യോ ഈസ് 1:√3:2 ബിക്കോസ് ഇറ്റ് ഈസ് എ 30-60-90 ട്രയാങ്കിൾ. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഇവിടെയും 2 ആണ്, ഇതിനും 2 ആണ്. സോ ദ അതർ സൈഡ്സ് ആർ 1 and √3 because 1:√3:2 ആണ് റേഷ്യോ. So opposite to 30 degree is 1, this is √3, this is 2. So one side of the equilateral triangle is equal to 1 side is √3. One side is √3 plus √3. ഒരു ഹാഫ് ആണ് √3. ഫുൾ സൈഡ് എന്ന് പറഞ്ഞാൽ √3 plus √3 which is equal to 2√3. Therefore perimeter ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ്, ഇതാണ് തേർഡ് സബ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. സോ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ is equal to 3 times 2√3 which is equal to 6√3 centimeter. Then next one, a wire was bent into a circle of diameter 4 centimeters. ഒരു വയർ ബെൻഡ് ചെയ്തിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി. വയർ is being bent into a circle of diameter 4 centimeter. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ 4 centimeter ആണ്. What would be the diameter of a circle made by bending a wire of half the length? അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കാണണം. വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് സർക്കിൾ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പെരിമീറ്റർ കാണാനുള്ള ഫോർമുല പൈ ഇൻറ്റു ഡയമീറ്റർ ആണ്. സിൻസ് ദ ഡയമീറ്റർ ഇസ് 4 ദെൻ ദിസ് വിൽ ബി പൈ ഇൻറ്റു 4 അല്ലെങ്കിൽ 4π ആണ് ഇതിൻ്റെ പെരിമീറ്റർ. അപ്പോൾ ആ വയറിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന വയറിൻ്റെ ലെങ്ത്ത് 4π ആയിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ടേക്ക് വയർ ഹാഫ് ഓഫ് ദ ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ പകുതി ലെങ്ത് ഉള്ള വയറാണ് എടുക്കേണ്ടത്. സോ ദാറ്റ് ഇസ് 2π. അതിൻ്റെ ഡയമീറ്റർ എന്താണെന്ന് കാണണം. വാട്ട് വുഡ് ബി ദ ഡയമീറ്റർ ഓഫ്, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെറിയ ഒരു സർക്കിൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് അറിയണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പെരിമീറ്റർ അറിയാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ. ആൻഡ് ഇവിടെ നമുക്ക് പെരിമീറ്റർ ഇത് ഈ വയറിനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ പെരിമീറ്റർ അല്ലേ. അപ്പോൾ ഈ ലെങ്ത്താണ് അതിൻ്റെ പെരിമീറ്റർ. ഇതിനെയാണ് നമ്മൾ സർക്കിൾ ആക്കുന്നത്.
So perimeter we know it is 2 pi. This is equal to 2 pi. So how much is the diameter? Diameter ഇത് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ പൈ ഇൻറ്റു ഡി, പൈ ഇൻറ്റു 2. സോ ഡി ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. സോ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഡയമീറ്റർ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു വയറിനെ എടുത്തിട്ട് ബെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ ബെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കാണുന്ന ഫോർമുലയാണ് പൈ ഇൻറ്റു ഡി. പക്ഷെ നമുക്ക് അവിടെ ആദ്യത്തെ തന്നിരിക്കുന്ന 4 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദെർഫോർ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ പകുതി ലെങ്ത് എടുത്താൽ വാട്ട് വിൽ ബി ദ ഡയമീറ്റർ. അപ്പോൾ പകുതി ലെങ്ത് എടുത്താന്ന് പറഞ്ഞാൽ ദിസ് ലെങ്ത് വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ഹാഫ് ഓഫ് ദിസ്, ദറ്റ് ഇസ് 2 പൈ. അപ്പോൾ ഇതാണിപ്പോൾ ഇതിനെയാണ് നമ്മൾ വളച്ചിട്ട് ഒരു സർക്കിളാക്കുന്നത് അല്ലേ. ദിസ് ഇസ് ബീങ് ബെൻഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു എ ഫോം ഓഫ് എ സർക്കിൾ. അപ്പോൾ ദിസ് ബിക്കംസ് ദി പെരിമീറ്റർ. അതാണ് പെരിമീറ്റർ. സോ പെരിമീറ്റർ ഇസ് പൈ ഇൻറ്റു 2 or we know that is pi into diameter. So comparing we are getting d is equal to 2 centimeter. Now third question from that. The perimeter of a circle. The perimeter of a circle of diameter 2 centimeters was measured and found to be. അപ്പോൾ അത് മെഷർ ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണ് 6.28. If the diameter is 2, if the diameter is 2 meters, perimeter is equal to 6.28. How do we compute the perimeter of a circle of diameter 3 meters? Diameter 3 meter ആണെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യാം? വിത്തൗട്ട് മെഷറിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇഫ് ഡയമീറ്റർ ഇസ് 1 meter എന്തായിരിക്കും? If diameter is 1 meter, then perimeter is equal to, ഇത് ഡിവൈഡ് ചെയ്താൽ പോരെ, 6.28 divided by 2. Then അപ്പോൾ 1 meter ആണെങ്കിൽ ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ if diameter is 3 meters into 3 ചെയ്താൽ മതി. Diameter is 3 meters, then perimeter is equal to 6.28 divided by 2 into 3. That's equal to, simplify ചെയ്യുമ്പോൾ 2 ഇവിടെ ക്യാൻസൽ ചെയ്യാം നമുക്ക്. 2 3s are 3.14 into 3. That's equal to 9.42 meters. അപ്പോൾ അത്രയാണ് ആ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.